നമുക്കൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയാച്ചിരുന്നവരാണ്. അപ്പോൾ അതിന് ക്രിസ്തീയ സഭയോ സഭയുടെ മെത്രാന്മാരെയോ അച്ഛന്മാരെയോ അല്ലെങ്കിൽ അതിന്റെ ചുമതലക്കാരെയോ ഒക്കെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമുണ്ടോ? തങ്ങൾക്ക് വോട്ട് കുറയാൻ കാരണം അവര് വേണ്ടുന്ന പോലെ ജനം അംഗീകരിച്ചില്ല എന്നുള്ള ആ ഒരു ബോധ്യം അവരിൽ ഉണ്ടാകുകയും സഭയോ സഭയുടെ നേതൃത്വ നിരയോ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുകയായിരുന്നു ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഇനി അത് രാഷ്ട്രീയ ദീപിക പത്രവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതിന്റെ പ്രധാന ചുമതലക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരാരും ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല സംസാരിച്ചത്. അവര് പ്രത്യേകിച്ച് ഇന്നത്തെ എഡിറ്റോറിയലിലൊക്കെ വന്നിരിക്കുന്നത് മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങളെ, ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ എടുത്ത് പറഞ്ഞ് സഭ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഹീനപ്രവൃത്തികളിൽ ഇടപെടുകയില്ല, അത് പാടില്ല, സമൂഹത്തിന് നാശം വരുത്തുന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ആ നിലപാടിനെ എടുത്തു പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിനെതിരെ ഏത് വ്യക്തിത്വങ്ങൾ മുണ്ടും മടക്കി ഉടുത്തു വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ചട്ടമ്പി തരവുമായിട്ടൊന്നും സഭയുടെ മുമ്പാകെയോ അല്ലെങ്കിൽ വിശ്വാസികളുടെ മുമ്പാകെയോ വന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന്. അപ്പൊ അതിന് ആ ഒരു പത്രത്തോട് മേക്കിട്ട് കയറിയിട്ട് കാര്യമെല്ലാം ഉണ്ട്. പിന്നെ അവരുടെ ഞാൻ കണ്ടത് ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടാണ്, അവരുടെ പരസ്യങ്ങളൊന്നും വന്നില്ല. പരസ്യം കൊടുത്തിരുന്നെങ്കിൽ വന്നേനെ. ഏത് പത്രത്തിലും പരസ്യം കൊടുക്കുമ്പോഴാണല്ലോ പരസ്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള അവരവർക്കറിയാം. അപ്പൊ അതിനൊക്കെ പത്രപ്രവർത്തകരെയും പത്രത്തെയൊക്കെ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ അതൊന്നും വിലപ്പോവുകയല്ല. പിന്നെ ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം ഷോൺ പറഞ്ഞതുപോലെ സഭയെ വേണ്ട എന്നോ സഭയ്ക്ക് അദ്ദേഹത്തെ വേണ്ട എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല.